നമസ്കാരം. തല്ലും തൊഴിയും ചെണ്ടയ്ക്ക് പണവും കിഴിയും മാരാർക്ക് എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചൊല്ല് ഇപ്പോൾ അനുസ്മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർത്തും പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. നാളുകൾക്ക് ശേഷം LDF യോഗം ഇന്ന് ചേരുന്നു. LDFന്റെ പുതിയ കൺവീനറായി ചുമതലയേറ്റ TP രാമകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്നാൽ ഈ യോഗം അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷണം തന്നെയാണ്. സമീപകാലത്ത് CPM-നെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്കെതിരെയും PV അൻവർ എന്ന നിലമ്പൂർ MLA ഉയർത്തിയ പരാമർശങ്ങൾ അത്രയും നിലനിൽക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും കൂടി RSSന്റെ വക്താക്കളെ തൃശൂരും കോവളത്തും തിരുവനന്തപുരത്തും സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്ന വിവാദം, ഇത്തരം കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മറുപടി പറയണം എന്നതാണ് പാർട്ടിയുടെ ഒരു നയം. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം കൂടിയേ തീരൂ എന്ന മട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI. തൃശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഉറപ്പായ സീറ്റ് BJPക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തു, അല്ല എന്നുണ്ടെങ്കിൽ അവരുമായി ഒത്തുകളിച്ചു എന്ന് തന്നെയുള്ള ആരോപണമാണ് CPI ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മകൾ വീണ വിജയൻ ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി BJPയുടെ കേന്ദ്ര നേതാക്കളുമായി ചില ധാരണകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ധാരണ പ്രകാരം തൃശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുകൊണ്ട് BJPക്ക് അച്ചാരം കൊടുക്കുന്ന രീതിയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് തീർത്താൽ തീരാത്ത കളങ്കമായി LDFന് മാറിയിരിക്കുന്നു. എന്നാൽ ഈ പാപഭാരത്തിന് മറുപടി പറയാൻ താനില്ല എന്ന മട്ടിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം MV ഗോവിന്ദൻ തിരിച്ചടിച്ചത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് ഇതിന് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിൽ വ്യക്തത വരുത്തും, വിശദീകരണം തരും എന്നാണ് തന്നെ കണ്ട മാധ്യമപ്രവർത്തകർക്ക് MV ഗോവിന്ദൻ നൽകിയ മറുപടി. ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ വിട്ടലാക്കുന്നത് തന്നെയായിരുന്നു. അതായത് പിണറായി വിജയന്റെ ഓഫീസിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും പിണറായി വിജയന്റെ മകളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയും CPI എന്ന പാർട്ടിയെ തൃശൂരിൽ ഗുരുതി കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ താൻ മറുപടി പറയേണ്ടതില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. അഥവാ ഈ വീഡിയോവിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തല്ലും തൊഴിയും ചെണ്ടയ്ക്ക് പണവും കിഴിയും മാരാർക്ക്. ഇതിൽ തല്ലും തൊഴിയും താൻ ഏറ്റുവാങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും അടിക്കാനുള്ള ചെണ്ടയല്ല പാർട്ടി സെക്രട്ടറി സ്ഥാനം എന്നാണ് MV ഗോവിന്ദൻ അതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ പണവും കിഴിയും കിട്ടിയിരിക്കുന്നത്, അതായത് വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണോ അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സാരം. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, പണവും കിഴിയും നേടിയ ആളുകൾ ഇതിനു മറുപടി പറയട്ടെ. ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ താൻ തല്ലും തൊഴിയും ഏറ്റുവാങ്ങേണ്ട ആവശ്യമില്ല. താൻ വഴിയിൽ വച്ചിരിക്കുന്ന തകരച്ചെണ്ടയല്ല, വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ഗോവിന്ദൻ തന്റെ ഈ മറുപടിയിലൂടെ കൊടുത്തത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം LDF യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക അത്ര എളുപ്പമല്ല. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അറിയപ്പെടുന്നത്. ADGP MR അജിത് കുമാർ തൃശൂരിൽ BJPയുടെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറയുമ്പോൾ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്ന ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ നന്നേ വിയർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ CPI എന്ന ഘടകകക്ഷി പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത് മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. CPI മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങളുമായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതൃപ്തിയോടുകൂടി തന്നെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഓരോരോ സംഘടനകളും
LDF-ൽ നിൽക്കുന്നവര് അതൃപ്തിയോട് തന്നെ കഴിഞ്ഞു പോകുമ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും എതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ ഇനി അത് നടക്കില്ല. മുഖ്യമന്ത്രിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് CPM നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ എന്നുള്ളത് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി തീർത്തും വെട്ടിലായിരിക്കുന്നു, അഥവാ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയിരിക്കുന്നു ഗോവിന്ദൻ എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഗോവിന്ദൻ ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ചുമെല്ലാം ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഒരുക്കമല്ല. മുഖ്യമന്ത്രിയുടെ ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണിത്. ഈ വീഴ്ചയ്ക്ക്, ഭരണപരമായ വീഴ്ചയ്ക്ക് മന്ത്രിസഭയുടെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്ന അർത്ഥത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്തുന്ന തരത്തിലാണ് MV ഗോവിന്ദൻ സംസാരിച്ചത്. അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്നും ഇനിയും ഉരുണ്ടു കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഗോവിന്ദന്റെ ഈ മറുപടിയിൽ അടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ കോവളത്ത് നടന്ന ഒരു അനുസ്മരണ ചടങ്ങിലും RSSുമായി കൂടിക്കാഴ്ച ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളിൽ, വിവാദപരമായ പ്രശ്നങ്ങളിൽ തൊടാതെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം ശ്രമിച്ചിട്ടുള്ളതും നിലകൊണ്ടിട്ടുള്ളതും. തലശ്ശേരിയിൽ ഒരു പള്ളി പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടി RSSകാരെ ചെറുത്തു നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ RSSകാരുമായി എങ്ങനെയാണ് ചെങ്ങാത്തത്തിന് പോകുക എന്നുള്ള അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ കൊടുത്തത്. അതായത് RSSന്റെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബളയുമായി ADGP MR അജിത് കുമാറിനെ കണ്ടു. എന്തിനു വേണ്ടി കണ്ടു, ആർക്കു വേണ്ടി കണ്ടു എന്നുള്ള ചോദ്യങ്ങൾ സമൂഹ മധ്യത്തിൽ ഉയരുമ്പോൾ, പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും ഉയരുമ്പോഴും മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ ന്യൂനപക്ഷത്തിനെ എപ്പോഴും സംരക്ഷിച്ചു നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും RSSുമായി കൂട്ടുചേരാൻ സാധിക്കില്ല. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നു എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞത് KPCC പ്രസിഡന്റായ K സുധാകരനാണ് എന്നൊക്കെ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി അപ്പോഴും ശ്രമിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ബന്ധു കൂടി ADGP MR അജിത് കുമാറിനൊപ്പം RSS മേധാവിയെ കാണുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കുവാൻ മുഖ്യമന്ത്രി തീർത്തും ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഇനി പിന്നോട്ടുള്ളൂ എന്ന മട്ടിൽ തന്നെ CPIയും നിലകൊള്ളുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കാതിരിക്കാൻ സാധിക്കില്ല. ഫലത്തിൽ ഇന്ന് ചേരുന്നുള്ള LDF യോഗത്തിൽ മുഖ്യമന്ത്രി വെട്ടിലായിരിക്കുന്നു, മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയിരിക്കുന്നു. ആരാണ് MR അജിത് കുമാറിന്റെ കൂടെ പോയ മുഖ്യമന്ത്രിയുടെ ബന്ധു എന്നുള്ള വിവരം കൂടി വെളിപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ CPI നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു വേള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് CPI പുറത്തു പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി മകളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുത്ത് മകൾ ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ടി LDFിലെ പ്രധാന ഘടക കക്ഷിയായ CPIയെ ഗുരുതി കൊടുത്തു, BJPയെ തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ദത്താത്രേയ ഹൊസബളയെ ADGP MR അജിത് കുമാർ കണ്ടതിനെയും രാം മാധവനെ ADGP MR അജിത് കുമാർ കണ്ടതിനെയും കുറിച്ചുമെല്ലാം മുഖ്യമന്ത്രിക്ക് ഇനി ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. വിശദീകരണം നൽകാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന അഭിപ്രായങ്ങൾ. എന്തായാലും ഇന്നത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു, വെട്ടിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.